ഹായ് ഹലോ അസ്സലാമു അലൈക്കും. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എന്തൊക്കെയാണ് എല്ലാവരും വിശേഷങ്ങൾ? സുഖന്നല്ലേ എല്ലാവർക്കും? അൽഹംദുലില്ലാ ഞങ്ങളും സുഖമായിട്ട് പോകുന്നു. നമ്മളെ കഴിഞ്ഞ വീഡിയോകൾക്കൊക്കെ നിങ്ങളെല്ലാവരും തന്നിട്ടുള്ള സപ്പോർട്ടിന് ഒരുപാട് നന്ദി അറിയിക്കുകയാണ്. അതേപോലെ തന്നെ തുടർന്നുള്ള വീഡിയോസിനെല്ലാം നിങ്ങളെല്ലാവരും സപ്പോർട്ടും സഹകരണവും ഒക്കെ പ്രതീക്ഷിക്കുന്നുണ്ട്. എന്തായാലും നമുക്ക് ഇന്നത്തെ വീഡിയോ കണ്ടോക്കാം. അപ്പോൾ നിങ്ങൾ വീഡിയോസ് കാണുമ്പം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഒന്ന് മുഴുവനായിട്ട് കാണാൻ വേണ്ടിയിട്ട് നോക്കുക കേട്ടോ. കാരണം സ്കിപ്പ് ചെയ്ത് കാണുന്നത് കൊണ്ട് നമുക്ക് വലിയ പ്രയോജനമൊന്നുമില്ല ഇതിൽ നിന്ന്. എന്താണെന്ന് വെച്ചാൽ ഞാനിപ്പോൾ ഇത് പറയാൻ കാരണം എൻ്റെ ഫാമിലിയിലുള്ളവരെന്നെ ഇപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം വല്യമ്മച്ചീനെ ആണ്ടിന് വേണ്ടിയിട്ട് ഉമ്മാൻ്റെ വീട്ടിൽ പോയല്ലോ. അപ്പോൾ അവിടെ ഓരെല്ലാവരെയും കണ്ടപ്പോൾ നമ്മൾ ഈ ഒരു ചാനലിൻ്റെ വീഡിയോസിൻ്റെ ഒക്കെ കാര്യം പറഞ്ഞ് തമാശയൊക്കെ പറഞ്ഞ് അങ്ങനെ ചിരിച്ചിരിക്കണ ആ ഒരു സമയത്ത് വേഗം തീരാൻ വേണ്ടിയിട്ട് ഞാൻ വേഗം എനിക്ക് സമയമില്ലെങ്കിലും വേഗം അടിച്ച് വിട്ടിട്ട് അത് ഫുള്ളും കാണലുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിനി കേട്ടോ. അപ്പോൾ ഞാൻ ഓരോട് പറഞ്ഞു നിങ്ങൾ അങ്ങനെ കാണരുത്, നിങ്ങൾക്ക് സമയമില്ലെങ്കിലും അത് അവിടെ തുറന്ന് വെച്ചേക്ക്, അത് ഒറ്റക്ക് അങ്ങനെ തുടങ്ങി തീർന്നോളും, പക്ഷേ സ്കിപ്പ് ചെയ്തിട്ട് കാണരുത് എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു പറയുന്ന അതിലെന്നാണ്ട് പറഞ്ഞാളാ, കാരണം അത് അറിയാത്തവരും ഉണ്ടാവും ചിലപ്പം. വേഗം തീരാൻ വേണ്ടിയിട്ട് അത് സ്കിപ്പ് ചെയ്ത് ഇങ്ങനെ അടിച്ചടിച്ച് വിട്ടിട്ട് പോകുമല്ലോ. അങ്ങനെ കാണുന്നതിൽ യാതൊരുവിധ പ്രയോജനവും നമുക്കില്ല കേട്ടോ. കാരണം ഈ ഒരു യൂട്യൂബ് കൊണ്ട് നടക്കുന്ന ആൾക്കാർക്ക് വേണമെങ്കിൽ അതിനെക്കുറിച്ചിട്ട് അറിയുന്നുണ്ടാവും. കാരണം ഒരു ഉറുപ്പ്യ ഇതിൽ നിന്ന് കിട്ടണമെങ്കിലും നല്ല കഷ്ടപ്പാട് തന്നെയാണ്. നമ്മൾ ഈ വിചാരിക്കുന്ന ഒരു 1000 ആൾ കണ്ടെന്ന്, അല്ലെങ്കിൽ 2000 ആൾ കണ്ട്, 3000 ആൾ കണ്ട് എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. പക്ഷെ $1 കിട്ടണമെങ്കിൽ തന്നെ എന്താ പറയുക, ഒരുപാട് വ്യൂവേഴ്സ് നമുക്ക് വരണം ഒരു വീഡിയോയിൽ തന്നെ. ചിലപ്പം ഓരോന്നിനും ഓരോരോ രീതിയിലാണ് അതിൻ്റെ ആ ഒരു ഇത് വരിക. വീഡിയോൻ്റെ ടൈം അനുസരിച്ച്, വീഡിയോൻ്റെ പെർഫോമൻസ് അനുസരിച്ച്, അതുപോലെ നിങ്ങളെ ലൈക്കും കമൻറ്റും കാര്യങ്ങളും ഒക്കെ നോക്കിയിട്ടാണ് കേട്ടോ നമ്മളെ വീഡിയോ റെക്കമെൻഡിൽ പോവുക. അങ്ങനെ പല കാര്യങ്ങളും ഈ ഒരു മേഖലയിലുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്. അറിയുന്നവർക്കാണെന്നുണ്ടെങ്കിൽ അറിയും, അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ പറഞ്ഞത്. ഈ സമയം കാരണം നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി മാത്രം വീഡിയോസ് ഓപ്പൺ ആക്കി വെക്കുന്ന ഒരുപാട് താത്തമാരൊക്കെ ഉണ്ട് കേട്ടോ. എനിക്ക് അവർ കമൻറ്റ് ചെയ്യാറുണ്ട്, സമയമില്ലെങ്കിലും ഞാനത് ഓണാക്കി വെക്കാറുണ്ട് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അവർക്ക് അറിയും. ഇനിയിപ്പോൾ പുതുതായിട്ട് വന്ന ആളുകൾക്കൊക്കെ ചിലപ്പം ആത്മാർത്ഥമായിട്ട് നമുക്കൊരു സപ്പോർട്ട് തരണം എന്ന് വിചാരിക്കുന്നവരുണ്ടാവുമല്ലോ. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഒന്ന് അറിഞ്ഞോട്ടെ എന്ന് വിചാരിച്ച്. പിന്നെ എൻ്റെ കുടുംബത്തിലുള്ളവരും ഉണ്ട്, വീഡിയോസ് കാണുന്നവരുണ്ട്. അപ്പോൾ അവർക്ക് അതിനെക്കുറിച്ച് ഒരു ഐഡിയ ഉണ്ടായിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഞാനൊന്ന് ജസ്റ്റ് പറഞ്ഞു പോയതാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇപ്പോൾ എവിടെയോ എത്തിയിട്ടുണ്ട്. ഫസ്റ്റ് ഞാൻ കടലക്കറിയാണ് കേട്ടോ. കടി എന്തേനു എന്നുള്ളത് ഇനിയിപ്പോൾ ചുടുമ്പോൾ നോക്കാം കേട്ടോ. എനിക്ക് സത്യം പറഞ്ഞാൽ ഓർമ്മ കിട്ടണില്ല. ഞാൻ കുറച്ച് ദിവസമൊക്കെ മുന്നേ എടുത്ത് വെച്ചിട്ടുള്ള വീഡിയോ ആണ്, അതുകൊണ്ടാണ്. കറി എന്തായാലും കടലക്കറി തന്നെയാണ് കേട്ടോ. അപ്പോൾ അതിനുള്ളത് പുട്ടാണ് കേട്ടോ. ഇന്ന് പുട്ടും കടലക്കറിയായിരുന്നു. അപ്പോൾ പുട്ടിനുള്ള പൊടി ഞാനവിടെ നനച്ച് വെച്ചിട്ടുണ്ടായി, ഒന്ന് കുഴച്ച് വെച്ചിട്ടുണ്ട്. കടലക്കറിക്കുള്ള കടലയും അതുപോലെ ചെറിയൊരു കഷ്ണം ഉരുളക്കിഴങ്ങൊക്കെ ഇട്ടിട്ട് നമ്മൾ സാധാരണ മഞ്ഞൾപ്പൊടി ഉപ്പൊക്കെ ഇട്ടൊന്ന് ഞാനതൊന്ന് വേവിക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ തീയൊക്കെ കത്തിച്ചു, അടുപ്പത്ത് വെള്ളവും വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് അവിടുന്ന് അങ്ങനെ ആയിക്കോളും. ചോറിന് ഇച്ചുമോക്കുള്ള ചോറ് കൊണ്ടുപോകാനാക്കണം. പിന്നെ ചായയും കടിയാക്കണം. പോക്ക് കൊണ്ടുപോകാനാക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഉച്ചക്കത്തേക്കുള്ള ചോറും കറിയൊക്കെ അതിൻ്റെ കൂടെ അങ്ങോട്ട് ഒരുമിച്ച് തന്നെ അങ്ങോട്ട് ആക്കും കേട്ടോ. ഞാൻ ഇപ്പോൾ വേറെ അല്ലാതെ പിന്നത്തേക്ക് വേറെ അങ്ങനെയൊന്നും ഇല്ല. ഈ ഒരു 2 നേരത്തേക്ക് ഉച്ചക്കും രാത്രിക്കേക്കും ഞാൻ സാധാരണ ഒരുമിച്ച് തന്നെയാണ് വെക്കുക. അപ്പോൾ ഓക്ക് കൊണ്ടുപോകാനാക്കുമ്പോൾ നമുക്കും കൂടെ കണക്കാക്കിയിട്ട് വെക്കും. പിന്നെ ചിക്കനോ മീനോ അങ്ങനത്തതൊക്കെ ആക്കുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പം രാവിലത്തെ ചായ കുടീൻ്റെ ആ ഒരു ടൈം കഴിഞ്ഞിട്ടാക്കും. ഇനി അതല്ല ഇവിടെ മീനൊക്കെ വാങ്ങി വെച്ചതുണ്ടെങ്കിൽ ഈ ഒരു അടുപ്പിൻ്റെ അടുത്ത് രാവിലത്തെ ആ ഒരു വെച്ചുണ്ടാക്കുന്ന പണി എടുക്കുന്നുണ്ടല്ലോ. അപ്പോൾ ആ ഒരു ഇതിൽ തന്നെ ഞാൻ അടുപ്പിൻ്റെ അടുത്ത പണികൾ അങ്ങോട്ട് എടുത്ത് തീർക്കലാണ് കേട്ടോ. എന്നാൽ ആ ഒരു മേഖലയ്ക്ക് പിന്നെ കിടക്കേണ്ടി വരില്ല. നമ്മളെ ബാക്കിയുള്ള ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ വേഗം പണികളൊക്കെ അങ്ങോട്ട് തീർക്കാം കേട്ടോ. ഇന്നാണെന്നുണ്ടെങ്കിൽ എനിക്കൊരു ടൗണിലൊന്ന് പോകേണ്ട ഒരു ആവശ്യമുണ്ട്. അപ്പോൾ പിന്നെ എനിക്ക് വേഗം ഒന്ന് പണികൾ തീർക്കുന്നുമുണ്ട്. അതിൻ്റെ ഇടയിൽ ഇന്ന് വീഡിയോ ശരിക്കും ഞാൻ എടുക്കണ്ടെന്ന് വിചാരിച്ചതാണ് കേട്ടോ. എവിടെയെങ്കിലും പോകാനൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോ എടുക്കലും നമ്മൾ പോകുമ്പോഴത്തേക്കുള്ള പണികൾ തീർക്കലും കാര്യങ്ങളും ഒക്കെ ആകുമ്പോൾ ഒന്നും പരിപാടി അങ്ങോട്ട് നടക്കൂല. എന്നാലും മൊത്തത്തിലൊന്നും എടുത്തിട്ടൊന്നുമില്ല, അവിടെ എവിടെയൊക്കെ ആയിട്ട് എടുത്തിട്ട് ചെറിയൊരു അടുക്കള, ഇന്നത്തെ നമ്മൾ അടുക്കള വിശേഷങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ എടുത്തതാണ് കേട്ടോ. പിന്നെയെന്ന് പറഞ്ഞാൽ വീഡിയോസ് ഇടാതിരുന്നാലും എടുക്കാതിരുന്നാലും നമുക്ക് ശരിയാവില്ല. കാരണം ഇത് ഞാൻ എൻ്റെ ഈ ഒരു ചാനൽ കൊണ്ടുപോകുന്നത് എനിക്കൊരു വരുമാന മാർഗ്ഗമായിട്ട് തന്നെയാണ് കേട്ടോ. കാരണം ഒരു വട്ടമെങ്കിലും ഇതിൽ നിന്ന് ഒരു പൈസ വാങ്ങണം എന്ന് എനിക്കുണ്ടായിരുന്നു. അൽഹംദുലില്ലാ മാഷാ അല്ലാ നിങ്ങളെല്ലാവരും സപ്പോർട്ട് കൊണ്ടും ഒരു വട്ടമെങ്കിലും ഞാൻ ഇതിൽ നിന്ന് പൈസ വാങ്ങിയിട്ടുണ്ട്.
പിന്നെ അപ്പം ഒരു വരുമാന മാർഗം എന്നുള്ള നിലക്കാണ് ഇത് കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് ഏതൊരു സമയമില്ലാത്ത സമയത്തും ഇതിന് വേണ്ടിയിട്ടൊരു സമയം ഞാൻ കണ്ടെത്തുന്നുണ്ട് കേട്ടോ. കാരണം നമ്മൾ പണികൾ എടുക്കുന്നതിൻ്റെ ഇടയിൽ വീഡിയോസ് നിങ്ങൾ വിചാരിക്കണ മാതിരി അത്ര എളുപ്പമൊന്നുമല്ല. ഈ ട്രൈപാഡും കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കലും ഓണാക്കുക കട്ടാക്കുക ഇതെല്ലാം കഴിഞ്ഞിട്ട് ഇതൊന്ന് എഡിറ്റ് ചെയ്ത് ഉണ്ടാക്കുക, വീട്ടിലത്തെ പണിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വീഡിയോസ് എഡിറ്റിങ്ങും ഒക്കെ കഴിഞ്ഞ് നമ്മൾ വോയിസ് കൊടുക്കലും എല്ലാം കൂടെ അത് ഏതൊരു കാര്യത്തിനും അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടും ഒക്കെ ഉണ്ട് എന്ന് പറയുന്ന പോലെ തന്നെയാണ് കേട്ടോ ഇതും. അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ ആ ഉള്ളൊരു സമയം നോക്കിയിട്ട് ഞാൻ എൻ്റെ കാര്യങ്ങൾ ഞാൻ നോക്കുന്നുമുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ പയർ ഇന്ന് നിച്ചുമോക്ക് സ്കൂളിലേക്ക് കൊണ്ടുപോകാൻ ഞാൻ പയറുപ്പേരിയാണ് കേട്ടോ ആക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതൊക്കെ ഒന്ന് വേഗം ഇടയിലുള്ള ഒരു ടൈമിൽ അരിഞ്ഞൊക്കെ എടുത്തിട്ട് അതൊന്ന് ഉപ്പേരി ആക്കി വെച്ചിട്ടുണ്ട്. പിന്നെ മീൻ ഉണ്ടായിട്ടോ ഫ്രിഡ്ജിൽ. അപ്പോൾ ഞാനതും ഒന്ന് മുളക് ഇട്ടാൻ വേണ്ടിയിട്ട് മുളക് ഇട്ടു, അതിനുള്ള കറിയൊക്കെ ആക്കി വെച്ചിട്ടുണ്ട്. പിന്നെ മീനൊക്കെ ഇട്ട് കൊടുത്തിട്ട് അപ്പുറത്തെ അടുപ്പിൽ ഇതാട്ടോ നമ്മളെ മൺചട്ടിയിൽ മീൻ കറി അവിടെ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. കടലക്കറി ചെറുതായിട്ടൊന്ന് അടിയിൽ പിടിച്ചിട്ടുണ്ട് കേട്ടോ, വെള്ളം കുറഞ്ഞു പോയതാണ് തോന്നുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഞാൻ അതിൽ നിന്ന് ഉള്ള കടലയിൽ നിന്ന് കുറച്ചെടുത്തിട്ട് സാധാരണ ഞാൻ ഉണ്ടാക്കുന്ന പോലെ തന്നെയാണ് വേവിച്ചെടുത്തിട്ട് പിന്നെ വെളിച്ചെണ്ണ ഒഴിക്കുക, കടുക് പൊട്ടിക്കുക, അതിലേക്ക് കുറച്ച് മുളകും പൊടി അതുപോലെ മല്ലിപ്പൊടി പിന്നെ ചിക്കൻ മസാലയോ ബീഫ് മസാലയോ ഏതെങ്കിലും ഒരു പൊടി കൂടെ ഒക്കെ ഒന്ന് ആ ഒരു എണ്ണയിൽ നല്ലോണം ഒന്ന് ചൂടാക്കി എടുക്കും. പിന്നെ നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള കടല ചേർക്കും. പിന്നെ ആ ഒരു കടലയിൽ നിന്ന് കുറച്ച് ഞാൻ മിക്സീൻ്റെ ജാറിലിട്ടിട്ട് ഒന്ന് അരച്ചെടുക്കലുണ്ട് കേട്ടോ. അങ്ങനെ ഉണ്ടാക്കിയാൽ എന്താ പറയുക, കറിക്ക് നല്ലൊരു കൊഴുപ്പും നല്ലൊരു ഒരു തേങ്ങയൊക്കെ അരച്ച കറി നല്ലൊരു കട്ടിയിലുണ്ടാവില്ല, ആ ഒരു ടേസ്റ്റിൽ കറി കിട്ടും കേട്ടോ. കുറേ ആൾക്കാർക്ക് നമ്മൾ അറിയുന്ന കുറേ ആൾക്കാരൊക്കെ എന്നോട് പറയലുണ്ട് കടലക്കറി നല്ല അടിപൊളിയാണ് എന്നുള്ളത്. ഒരു ഉണ്ടാക്കിയിട്ടോ ഒരു കഴിച്ചിട്ടൊന്നുമല്ല, കാണുമ്പോൾ തന്നെ പറയും നല്ല ഇതുണ്ട് കേട്ടോ ഉണ്ടാക്കുന്നത് എന്ന് പറയലുണ്ട് കേട്ടോ. ഫുഡൊക്കെ ആക്കുന്നത് നല്ല അടിപൊളിയാണ് എന്ന് പറയാറുണ്ട്. അറിയുന്ന ആൾക്കാർ തന്നെയാണ് കേട്ടോ പറയുന്നത്. എന്തായാലും ഒരുപാട് സന്തോഷം. അപ്പം ചിലപ്പോൾ എന്ന് പറഞ്ഞാൽ ഓരോരുത്തരും ഓരോരോ രീതിയിലേക്കും ഓരോന്നും വെച്ചുണ്ടാക്കല്ലേ. ചിലപ്പോൾ ഞാൻ ഉണ്ടാക്കുന്ന രീതിയിലായിരിക്കില്ല പിന്നെ വേറൊരാൾ ഉണ്ടാക്കുക, ചിലപ്പോൾ അവരിതുപോലെ ആയിരിക്കില്ല. ഞാൻ ഉണ്ടാക്കുന്നത് എങ്ങനെയാണോ അതാണ് കേട്ടോ എൻ്റെ വീഡിയോയിൽ കാണിക്കുന്നത്. ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ വീഡിയോസ് എടുക്കാനായിട്ട് വീഡിയോക്ക് വേണ്ടിയിട്ട് മാത്രം പ്രത്യേകിച്ചൊന്നും ചെയ്യാറില്ല. നിങ്ങൾ ഈ കാണുന്നത് തന്നെയാണ് കേട്ടോ നമ്മളെ യഥാർത്ഥ ജീവിതം എന്ന് പറയുന്നത്. നമ്മളെ ലോകം, എൻ്റെ ലോകവും ഞങ്ങളെ ഇതൊക്കെ എന്താണ് ഈ ഒരു വീഡിയോയിൽ കാണുന്നത് തന്നെയാണ് കേട്ടോ. ഇതിൽ നിന്ന് വീഡിയോസിന് വേണ്ടിയിട്ട് വേറെ അതല്ലാതെ വേറെ അങ്ങനെയൊന്നുമില്ല. അപ്പോൾ സാധാരണക്കാരായിട്ടുള്ള ഓരോരുത്തരുടെ ലൈഫ് ഉണ്ടാവും ആ ഒരു രീതിയിൽ. അപ്പോൾ ഈ ഒരു വീഡിയോസിലുള്ളതുപോലെയൊക്കെ തന്നെയാണ് ഞങ്ങളിങ്ങനെ ഓരോ ദിവസങ്ങളും കടന്നു പോകുന്നത് കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞല്ലോ പുട്ടാണ് എന്നുള്ളത്. പിന്നെ മീൻ അതിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നാണ് കേട്ടോ ഞാൻ നേരത്തെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അത് കറിയാക്കി വെച്ചതായിരുന്നു. പിന്നെ അതിലേക്ക് മീനൊക്കെ ഇട്ട് കൊടുത്തിട്ട് അത് വേവിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ വേഗം പുട്ടും കൂടെ ചുട്ടെടുത്തിട്ടുണ്ട് കേട്ടോ, കുഴച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. വേഗം പുട്ടൊക്കെ ചുട്ടെടുത്തിട്ടുണ്ട്. അപ്പോഴത്തേക്കും മക്കൾ മദ്രസൊക്കെ വിട്ട് വന്ന് ഞാൻ വേഗം ഓർക്കുള്ള ചായയൊക്കെ കൊടുത്തു. പിന്നെ ഓരോ കൂടെ തന്നെ ഞാനും വേഗം ചായയൊക്കെ കുടിച്ചിട്ടുണ്ടായിരുന്നു. കാരണം ഇന്ന് ഓരൊക്കെ പോയി സമാധാനത്തിലിരുന്ന് കുടിക്കാനുള്ള സമാധാനമൊന്നും ഇന്ന് ഉണ്ടാവില്ല. ഞാൻ പറഞ്ഞല്ലോ എനിക്ക് ടൗണിൽ പോകേണ്ട ആവശ്യമുണ്ടെന്ന്. അതുകൊണ്ട് തന്നെ ഞാനും കുട്ടികളെ കൂട്ടത്തിൽ തന്നെ വേഗം ചായ കുടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് വേഗം ബാക്കിയുള്ള പണികളൊക്കെ എടുത്ത് അങ്ങോട്ട് തീർക്കുകയാണ് കേട്ടോ. അപ്പോൾ തീ കത്തിച്ച് ചോറിനുള്ള വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി വേഗം വെള്ളമൊക്കെ തിളച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേക്കുള്ള അരി ഇട്ട് കൊടുക്കുകയാണ്. എന്നാൽ പിന്നെ അതങ്ങനെ വെന്ത് കിട്ടിക്കോളും. ഇപ്പോൾ ഞാൻ കുറച്ച് വേവുള്ള അരിയാണ് കേട്ടോ ഇടൽ. എന്താണെന്ന് വെച്ചാൽ നിച്ചുവിന് ഞാൻ രാവിലെ നല്ല വേവുള്ള ഒരു ഉണ്ട അരി ഉണ്ട് കേട്ടോ. എത്ര ഇന്നിട്ടാലും നാളെ ഇട്ടാലും ഒന്നും ആവാണ്ട് നിൽക്കുന്ന സൈസ് അരിയാണ് കേട്ടോ. അതാണ് ഞാനിപ്പോൾ ചോറ് വെക്കുന്നത്. നിച്ചുമോക്ക് രാവിലെ അതിൽ നിന്ന് എടുത്ത് തിളപ്പിച്ച് ഊറ്റിയിട്ട് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല. അത് രാവിലെ എന്താ വെച്ചാൽ എനിക്ക് ഇക്കാക്ക് കുളിക്കാനുള്ള വെള്ളം വെക്കുന്നുണ്ട് ഞാൻ. അപ്പോൾ അതുകൊണ്ട് അതും അടുപ്പത്ത് നിന്ന് തന്നെ ചോറും എല്ലാം കൂടെ ആവില്ല. എനിക്കാണെന്നുണ്ടെങ്കിൽ ഗ്യാസുമ്മ ചോറ് വെക്കുന്നതിനോട് ഒട്ടും താല്പര്യമില്ല കേട്ടോ. ഗ്യാസുമ്മ എനിക്ക് ബാക്കിയൊക്കെ ഞാൻ ഗ്യാസുമ്മ രാവിലത്തെ ചായയും കടി അതുപോലെ കറിയും കാര്യങ്ങളും ഒക്കെ ആക്കിയാലും ചോറ് എനിക്ക് അടുപ്പത്ത് തന്നെ വെക്കണം കേട്ടോ, എന്നാലേ എനിക്കൊരു സുഖം കിട്ടുള്ളൂ. അപ്പം ഇക്കാക്കുള്ള വെള്ളം വെച്ചിട്ട് ഞാൻ ഇപ്പുറത്തുനിന്ന് ചോറ് വെക്കുക അങ്ങനെ അതെന്തോ എനിക്ക് അങ്ങനെ പറ്റൂല. അതുകൊണ്ട് ഞാൻ വേവുള്ള അരി അങ്ങോട്ട് ഇടും. എന്നാൽ പിന്നെ വെള്ളം ചൂടായിക്കാൻ്റെ വെള്ളം അങ്ങോട്ട് എടുത്തു കഴിഞ്ഞാൽ വേഗം ചോറിനുള്ളത് അങ്ങോട്ട് നോക്കും. അതിൽ നിന്ന് കുറച്ചെടുത്തിട്ട് പിന്നെ
കൊച്ചുമോക്ക് രാവിലെ ഒന്ന് തിളപ്പിച്ചിട്ട് അങ്ങനെ കൊടുത്തു വിടലാണ്. കറിയും ഉപ്പേരിയൊക്കെ അങ്ങോട്ട് രാവിലെ തന്നെ ആക്കുകയും ചെയ്യും കേട്ടോ. അപ്പോൾ എന്തായാലും അരിയൊക്കെ ഇട്ട് കൊടുത്ത് ചോറ് അവിടെ നിന്ന് ആവുന്നുണ്ട്. ഇനി അത് വെന്ത് കഴിഞ്ഞാൽ അതൊന്ന് ഊറ്റി വെച്ചാൽ മതി. പിന്നെ അതൊക്കെ കഴിഞ്ഞു. ഇനി വേഗം ബാക്കിയുള്ള ക്ലീനിങ് പരിപാടികളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. വേഗം എല്ലായിടത്തും ഒന്ന് വൃത്തിയാക്കി ഒന്ന് അടിച്ചു വാരി ഇട്ടിട്ടുണ്ട്. അടിച്ചു വാരലും അതേപോലെ തുടക്കലും പിന്നെന്താ പറയുക, പാത്രം കഴുകണം, മുറ്റടിക്കണം, അലക്കണം, ഇതൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. ഇതൊക്കെ ഇതിൻ്റെ ഇടയിൽ കൂടെ എല്ലാ പണികളും തീർക്കണം. എനിക്കാണെങ്കിൽ എല്ലാ പണികളും തീർത്തിട്ട് എവിടെയെങ്കിലും പോയാലേ ഒരു സമാധാനം ഉണ്ടാവുള്ളൂ കേട്ടോ. എവിടെ പോവുകയാണെന്നുണ്ടെങ്കിൽ തിന്നിട്ടില്ലെങ്കിലും വേണ്ടിയില്ല, നമ്മളെ പണികളൊക്കെ കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞ് കുളിയൊക്കെ കഴിഞ്ഞിട്ട് പോയാലേ ഒരു തൃപ്തി കിട്ടുള്ളൂ. അത് അങ്ങനെ ആയിപ്പോയി കേട്ടോ. ചിലപ്പം എല്ലാവർക്കും അങ്ങനെ തന്നെ ആയിരിക്കും അല്ലേ. അപ്പം ഞാൻ വേഗം എൻ്റെ ബാക്കിയുള്ള എല്ലാ പണികളും കഴിഞ്ഞു, കുളിയൊക്കെ കഴിഞ്ഞ് വേഗം കുറച്ച് ചോറൊക്കെ വെച്ചു ഞാനും നാസിമോനും മാറ്റി റെഡിയായി പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങുകയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മളെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുകയാണ്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരാം. ബൈ.